ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന LGS ലെവലിലുള്ള ഒരു പരീക്ഷയുടെ ആൻസർ കീ അനാലിസിസ് ആണ്. അപ്പൊ സെഷനിലേക്ക് ഇത് പ്രൊഫഷണൽ ആൻസർ കീ ആണ്. സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ മിന്റു PSC ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോസ്, കണ്ടന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കാണുന്ന സംഭവങ്ങളെ കാലഗണന ക്രമം അനുസരിച്ച് ക്രമീകരിക്കാനാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി ഗദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ആനി ബസന്റിന്റെയും ബാലഗംഗാധർ തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ഇതിന്റെ കാലഗണന ക്രമത്തിൽ എഴുതുമ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ ഓപ്ഷൻ ഡി ആണ്, BCAD. അതായത് ആദ്യം നടന്നത് ബി ആണ്, ദെൻ സി ആണ്, ദെൻ എ, ദെൻ ഡി. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദാർ പാർട്ടി ലാലാ ഹർദയാൻ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ്, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായൺ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഇതിന്റെ കറക്റ്റ് ആൻസർ നമ്മൾ ശരിയായ ജോഡി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, എയും ഡിയും. ഗദാർ പാർട്ടി ലാലാ ഹർദയാലും അതുപോലെ യുഗാന്തർ അജിത് സിംഗും ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. എ ആൻഡ് സി, ഓപ്ഷൻ ബി ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ അമൽ. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ് PSC. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബി ആൻഡ് സി ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി പറയുന്നുണ്ട്, ബി ആൻഡ് സി അതാണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു, റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി, ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്നാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവരാരുമല്ല, ഇവരൊന്നുമല്ല. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിയും എയും ബിയും ആൻസർ ആയിട്ട് ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിലും കണ്ടെത്തുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിക്കൽ. എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന: ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിൽ, ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഉത്തരാഖണ്ഡിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ ഫിലായി ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത് ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ്. റൂർക്കല ഇരുമ്പ് ഉരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി ആൻഡ് എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തന്നിരിക്കുന്നതിനും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ആണ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായി ആര്യഭട്ട നിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 മംഗൾയാൻ വിക്ഷേപിച്ച് 2012 ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിന് ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 10ന്റേത് ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയ് ദിനം ജൂലൈ 16 തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 11ന് ആൻസർ ഓപ്ഷൻ സി ആണ്. എ ആൻഡ് സി കറക്റ്റ് ആൻസർ ആണ്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ആർ വെങ്കിട്ട രമണേ. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് 13ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ദെൻ 14 ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് നിർത്തലാക്കിയത് എന്ത്?
14ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബഹുമതികൾ നിർത്തലാക്കിയിട്ടുണ്ട്. 15 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ്, നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ US ഭരണഘടനയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ മൗലിക കടമകൾ 51A, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 51A, അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് വരുന്നത്? 18ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 7ാമത്തെ പട്ടികയാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? 19ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ചോദിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കും മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരി. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി 21, ഓപ്ഷൻ എ ആണ് ആൻസർ, സിന്ധു. ഇന്ത്യയുടെ മാനവ രേഖാംശം ഏതാണെന്ന് 22 ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 82 ഡിഗ്രി 30 ഡിഗ്രി. 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നെന്നാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, അലഹബാദ് മുതൽ നൈനി വരെ. ഓപ്ഷൻ എ ആണ് 23ാമത്തതിന്റെ ആൻസർ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതെന്നാണ് 24 ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ ബി പറവൂരാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 26, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ശ്രീ കെ മുരളീധരനാണ്. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി പറവൂരാണ്. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 28, ഓപ്ഷൻ ബി ആണ്, മീൻവെല്ലം, തുഷാരഗിരതയോ ഒന്നും മാത്രം, സീതാർകുണ്ട്. ഇത് 3ആണ്. താഴെ പറയുന്നത് 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ഏതെന്ന് ചോദിച്ചു. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാറ്. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ്, എല്ലാം 100 കിലോമീറ്റർ കൂടുതലുള്ളതാണ്. എല്ലാം ശരിയാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിരുന്നത്. അതായത് AK ആന്റണിയും അതുപോലെ തന്നെ VK കൃഷ്ണമേനോനുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 30. ദെൻ നാടുകാണി ചുരം ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, നിലമ്പൂർ, ഗൂഡല്ലൂർ. ഓപ്ഷൻ ബി ആണ് 31ന്റെ ആൻസർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്? സർക്കസ്. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളുണ്ട്. മതികെട്ടാഞ്ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. 33 ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം പ്രസ്താവനകൾ ശരി തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ MC ആണ്, AK ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജ്ജത്തെ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം, അത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണെന്നാണ് അടുത്ത ചോദ്യം. 1999 മെയ് 17, ഓപ്ഷൻ എ ആണ്. കടൽത്തീരത്തിന് നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ്, കൊല്ലമാണ്. അത് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കൊല്ലമാണ്. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? അത് കുറച്ച് ന്യൂസിലൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ആൻസർ യശോദയും കൃഷ്ണനുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, യശോദയും കൃഷ്ണനും. ഹംസവും ദമയന്തി അല്ല, യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്ത. വില്ലുവണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആളെ പിടികിട്ടിയിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതാവാണ് അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി, അത് എപ്പോഴും PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ചോദിക്കുന്നുണ്ട്. 1792 അല്ലെ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നത്. 1792 ശ്രീരംഗപട്ടണം. തെക്കേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. PSC ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തു വെച്ചേക്കുക, വൈകുണ്ഠസ്വാമികളാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ഞാൻ താഴെ തന്നിരിക്കുന്ന കുറച്ച് പ്രസ്താവനകളുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പനാണ് വൈക്കത്തിന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയ. തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ചരിത്ര പ്രശസ്തമായ കുണ്ടര വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉം ശരിയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരന്, അതും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. 43 അമർത്യ സെൻ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്.
അടുത്തത് കുറച്ച് സംഘടനകളാണ്. പ്രത്യക്ഷ രക്ഷാസഭ, ആത്മവിദ്യാസംഘം, അരയ സമാജം, യോഗക്ഷേമ സഭ. ഇത് ഇവരുടെ സംഘടനകളുടെ ഇതാണ്. നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ തന്നെ ആയിരിക്കും ഇതിന്റെ ആൻസേഴ്സ്. ഒന്നിന്റെ ഓപ്ഷൻ ബി ആണ്, 1 സി ആണ് വരുന്നത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാന്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ഭക്ബടാനന്ദൻ, അരയ സമാജം KP കറുപ്പൻ, എപ്പോഴും അറിയാവുന്നതാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ എന്ന് PSC അംഗീകരിച്ച ഉത്തരം അതാണ്. 44ന്റെ ആൻസർ ഓപ്ഷൻ ബി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. KG ശങ്കരപ്പിള്ളയാണ് 45ന്റെ ആൻസർ. കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? 46 ഓപ്ഷൻ ബി ആണ്. AP അനിൽകുമാർ. 46 ഓപ്ഷൻ ബി ആണ്. 47 മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? ഓപ്ഷൻ 47ന്റെ ആൻസർ ഓപ്ഷൻ സി മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പരിപാടി, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന, ഒരുപാട് കേട്ടില്ലേ, ഓപ്പറേഷൻ തൂഫാൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏത്? അതും എപ്പോഴും PSC ചോദിക്കുന്നതാണ്. 2000 ഒക്ടോബർ 17. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അത്. സന്തോഷ് ട്രോഫിയും എപ്പോഴും ചോദിക്കുന്നതാണ്. സന്തോഷ് ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്ന ഫുട്ബോളുമായിട്ടാണ്. ഇത് PSCയുടെ സ്ഥിരം ഒരു ചോദ്യമാണ്. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം, ആലപ്പുഴ ജില്ലാ റിസർവ് വനം. PSC ചോദിക്കുന്ന എപ്പോഴും ഈ ലെവലിലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതും വിയപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആര്? അതും കുറച്ച് ഇതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്തിൽ. ISRO റിലേറ്റ് ചെയ്തത് ഈ റിസർവ് വനമൊക്കെ കേട്ടത്. ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ V നാരായണനാണ് ഉത്തരം. PSC എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് പഠിക്കുക. പിന്നെ ഈ ഒരു നിലവാരത്തിലുള്ള റിലീജിയസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു. ഇത് നമ്മൾ ആലോചിച്ച് വരുമ്പോഴേക്കും കുറെ സമയം പിടിക്കുന്നു. അവിടെ നമ്മൾ കുറച്ച് അധികം ടൈം എടുക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഇത്. ശരിക്കും എത്ര പഠിച്ച ആളാണെങ്കിലും ഇതൊക്കെ ചിന്തിച്ച് വരുമ്പോഴേക്കും സമയം എടുക്കും. അപ്പം സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം വലിയ കട്ടിയില്ലെങ്കിൽ പോലും. താഴെ പറയുന്നവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ധമനിയുമായി ബന്ധപ്പെട്ടത്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. തെറ്റായ ഒരു പ്രസ്താവനയാണ്. 53ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏത് വിറ്റാമിന്റെ അഭാവമാണ് കുട്ടികളെ റിക്കറ്റ്സ്? അത് പിന്നെ എപ്പോഴും വൈറ്റമിൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. വൈറ്റമിൻ ഡി ആണ് റിക്കറ്റ് അല്ലേ? ഓപ്ഷൻ സി വൈറ്റമിൻ ഡി. അടുത്തത് താഴത്തെ എനിക്ക് നെല്ലിന്റെ സങ്കര ഇനമല്ലാത്തത് ഏതാണ്? നെല്ലിന്റെ സങ്കര ഇനമല്ലാത്തത് ഏതാണെന്നാണ് 55ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ഗിരിജയാണ്. പെപ്പാറ വന്യജീവി സങ്കേതം എപ്പോഴും ചോദിക്കുന്നു. പെപ്പാറ തിരുവനന്തപുരത്താണ്. DDT പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. 57 നിശബ്ദ വസന്തത. ടെക്സ്റ്റ് ബുക്കിലുള്ള SCRT കേട്ടത്. SCRT. ഇന്ത്യയിലെ തേനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 58 ഓപ്ഷൻ സി ആണ് ആൻസർ. ഡോക്ടർ കാദർവാലിയാണ് ആൻസർ. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. 59 ഓപ്ഷൻ ഡി ആണ്. ബ്രസീൽ ആണ് ആൻസർ. ബ്രസീൽ. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതെന്നാണ് 60 ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഓപ്ഷൻ ബി. ന്യൂക്ലിയസിൽ കാണുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 62 ചോദിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരം. ഓപ്ഷൻ ബി ആണ് 62ന്റെ ആൻസർ. 63 അലൂമിനിയത്തിന്റെ അയിര്. അതും എപ്പോഴും ചോദിക്കുന്നതാണ്. ബോക്സൈറ്റ്. ഉയർന്ന കലോറി മൂല്യമുള്ള ഇന്ധനം ഏതെന്നാണ് 64ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം. ഓപ്ഷൻ ബി ആണ് ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. 66ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നാസയും ISROയും. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കൊതുകാണ്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ്. ഈഡിസ് കൊതുകാണ്. ഓപ്ഷൻ എ ആണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? 69ാമത്തെ ചോദ്യം. മലേറിയ അനോഫിലസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ചിക്കൻ ബോക്സ് ആണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ഒരുപാട് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതശൈലി. ഫാറ്റി ലിവർ വരാം, ഹൃദ്രോഗം വരാം, പക്ഷാഘാതം വരാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന പ്രധാന ജീവിതശൈലി. ഉപ്പിന്റെ അമിതമായ ഉപയോഗം, മതിയായ ഉറക്കം, പതിവായ വ്യായാമം. അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഉപ്പിന്റെ അമിതമായ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി താലോലം. ഓപ്ഷൻ എ ആണ് 73ന്റെ ആൻസർ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി. ഓപ്ഷൻ എ ആണ് മൃത സഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി.
75 ആൻസർ ഓപ്ഷൻ എ അനുയാത്ര. അടുത്തത് അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് 76 ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് അമിതമായിട്ട് ഉപ്പ് കഴിക്കുക. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. 77 ആൻസർ ഓപ്ഷൻ സി ആണ് 21 ലക്ഷമാണ്. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത മോക്സ്ക്ലൈഡ് 1 സ്ട്രൈഡിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണെന്നാണ്. UAE ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പിന്നെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നെഗ്ലേറിയ ഫൗലറി, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിന് കുറച്ച് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. 1 - 2 + 3 - 4 + -y 6 പിന്നെ +99 - 100 എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരും. എളുപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ തന്നെ പോയി. ഓപ്ഷൻ ബി ആണ് -50. 2, 6, 12, 20, 30 വിട്ടുപോയ സംഖ്യയാണ് 82. ഓപ്ഷൻ ഡി ആണ് 42. 8, 12, 15 എന്നീ സംഖ്യ കൊണ്ട് ഭാഗിച്ച ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് 73 ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 125. 91-നും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണങ്ങളുടെയും പരമാവധി നീളം എത്ര? അപ്പൊ 84ാമത്തെ ചോദ്യം ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരുന്ന ഇതിനകത്ത് 84 11. ഓപ്ഷൻ ബി 13 മീറ്റർ ആണ് ആൻസർ. 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് ചോദിച്ചിട്ടുണ്ട്. 86. ഓപ്ഷൻ എ ആണ് 81 സെന്റിമീറ്റർ. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 13 ആയി. എന്നാൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. 87. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 33 ആണ് ആൻസർ. 87ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടുമെന്ന് 88 ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് 720. 4.32 + -8 + 12.001 - 5.6 ഇതിന്റെ ആൻസർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 89ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 11.521. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായും കടക്കാൻ ഒരു സെക്കൻഡിൽ 20 വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണമെന്നാണ് 90 ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 14 സെക്കൻഡ്. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് 91. നമ്മുടെ ഒറ്റയാൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 4529 ആണ് ഒറ്റയാൻ. 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്നും എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്രയായിരിക്കും എന്നാണ് 92 ചോദിച്ചിരിക്കുന്നത്. 92ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 45. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് 6174. 94 8 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന് 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന് 2 മടങ്ങായിരിക്കും. എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്നാണ് 94ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 95 കൂട്ടത്തിൽ പെടാത്തത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. വൃത്തമാണ് കൂട്ടത്തിൽ പെടാത്തത്. 96 വില കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് വില കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്. 97 ശരിയായ ക്രമം വസ്ത്രം, പരുത്തി, നെയ്ത്ത്, നൂലെന്ന് പറഞ്ഞിട്ട് 97 തന്നിട്ടുണ്ട്. 97ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 2431 ആണ്. 98 പക്ഷി, ആകാശം, മത്സ്യം തന്നിട്ടില്ല, വെള്ളമാണ്. ശ്രേണി പൂരിപ്പിക്കാനായിട്ടുണ്ട്. 140 68 32 14 എന്ന് പറയുന്നത് 92. 99. 99ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 5 ആണ് വന്നിരിക്കുന്നത്. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? ഓപ്ഷൻ എ 4 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായത് കുറേയധികം ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ സിമ്പിൾ ആണ്, വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം. പക്ഷെ ഇതിൽ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് കണ്ടുപിടിച്ച് ആൻസറിലേക്കൊക്കെ എത്താനായിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും. അടുത്ത ഒരു 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾ ഈ ഒരു മോഡൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ബിക്കോസ് ഈ ഒരു മോഡൽ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഏറെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ
കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കറക്റ്റ് ആൻസേഴ്സിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതായത് പ്രൊഫഷണൽ ആൻസർ ചെയ്യാണ്. നമ്മുടെ ചാനൽ മിൻ PSC ദ റൈറ്റ് ഗൈഡൻസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദെൻ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇടുന്നവർക്കായിട്ട് ഒരു കോഴ്സ് നമ്മുടെ മിൻ PSC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.